പിന്നെ നിങ്ങളുടെ അലങ്കാരങ്ങളെ നിങ്ങൾ മറച്ചു വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വസ്ത്രധാരണം, അതേപോലെ തന്നെ ആണും പെണ്ണുള്ള ഇടകലരൽ, ഇതേപോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ലോകത്തെ പല കാര്യങ്ങളും തീരുമാനമാക്കുന്നത് പിന്നെ മീഡിയാസാണെന്ന് പറയും. യെസ്, അതായത് മീഡിയകൾ എന്ത് ചെയ്യുക, ഒരു വിഷയത്തിൻ്റെ പിന്നാലെ കൂടി അതിനെ വഷളാക്കാൻ അവർക്ക് പറ്റും, ഏറ്റവും നന്നാക്കി അവതരിപ്പിക്കാനും പറ്റും. സാധാരണ ഒരു വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ഏറെ മുമ്പിൽ വരുന്ന ആരാന്ന് വെച്ചാൽ മീഡിയാസുകളാണ്. കാരണം അവർക്ക് ഓരോ സെക്കൻഡുകളിലും പുതിയ വാർത്തകൾ വേണം. നന്നാക്കി വടക്കാക്കാനും പറ്റും, വടക്കാക്കി നന്നാക്കാനും പറ്റില്ലേ? അതെ, രണ്ടും ചെയ്യാൻ അവർ പണി അതാണ്. കാരണം അവർക്ക് റീച്ച് കിട്ടണം, അവർക്ക് ആളുകൾ ഏറ്റവും പ്രേക്ഷകർ വരുന്ന മീഡിയാസ് അവരേതായിട്ട് മാറ്റണം. ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ നമ്മളെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ആരിസ് മൗലവി സൂചിപ്പിച്ചതുപോലെയുള്ള ചില വിവാദങ്ങളും പ്രശ്നങ്ങളും അതിനെ പ്രശ്നങ്ങളാക്കി ചിത്രീകരിക്കാൻ മനഃപൂർവ്വം ബോധപൂർവം ശ്രമിച്ചവരൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായല്ലോ, ബസ്സിലുണ്ടായൊരു സംഭവം. അതുമായി ബന്ധപ്പെട്ട് ഒരു പിന്നെ ഒരു അമുസ്ലിമായിട്ടുള്ള ഒരു സുഹൃത്ത് തന്നെയാണ്, ഒരു വ്ളോഗറാണ്. അദ്ദേഹം കുറച്ച് ഫേമസ് ആണ്. അദ്ദേഹം ഈ വിഷയം പറഞ്ഞിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ചില പരിഹാരങ്ങളാണ് നമ്മൾ തേടേണ്ടത്. എന്നിട്ട് പരിഹാരം 5 നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ 5 പരിഹാരങ്ങളിൽ ഒന്നെന്താ അറിയോ? പരമാവധി ആണും പെണ്ണും ഇടകലരുന്ന സ്ഥലങ്ങൾ ഇല്ലാതെയാക്കുക. 1. 5 ഞാൻ പറയാൻ ഉദ്ദേശിക്കണില്ല. പിന്നെ അതിലൊന്ന് പറയണത് വെച്ചാൽ, പരമാവധി എന്താണ് 2 പേരെയും വ്യത്യസ്തമാക്കാൻ പറ്റുന്നിടത്ത് വ്യത്യസ്തമാക്കുക. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അതായത് ആണിനും പെണ്ണിനും സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് ഉണ്ടാകണം, കൂടിക്കലരിൽ ഒഴിവാക്കണം, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാരണങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഞാൻ ആലോചിച്ച വിഷയം, ഈ ചങ്ങായി കുറേ നിർദ്ദേശങ്ങളും ഇതൊക്കെ ഇട്ടിക്കണ്, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ആലോചന എന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും തന്നെയല്ലേ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ അത്തരം ഒരു ഫെസിലിറ്റീസ് ഒരുക്കുന്നത്, അല്ലേ? ചിലപ്പോൾ കൂടെ ഇരിക്കാൻ പോയിട്ട് അടുത്ത് കാണുന്ന രൂപത്തിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് പോലും പ്രയാസമുള്ള ആൾക്കാരുണ്ടാവും. കാരണം ഓരോരുത്തർക്കും അവൻ്റേതായ അഭിമാനത്തിനും അന്തസ്സിനൊക്കെ ഓരോ രൂപങ്ങളുണ്ടാവും. അത് ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അത് പാലിക്കണമെന്ന് നിർബന്ധം ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മളായിട്ട് വെറുതെ അല്ലേ അവിടെ ഇടപെട്ടിട്ട് അത് വഷളാക്കേണ്ട ഒരു ആവശ്യം ശരിക്കും ആർക്കുമില്ല. എന്താണ് അല്ല, വിശുദ്ധ ഖുർആനിൻ്റെ നിർദ്ദേശങ്ങൾ, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ, അത് എവിടെയൊക്കെയോ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ എവിടെയൊക്കെയോ പാലിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് എന്ത് ചെയ്യാറുള്ളത്, പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. പലപ്പോഴും എന്താ വെച്ചാൽ 2 തരത്തിലാണ് ആൾക്കാർ എന്ത് ചെയ്യാറുള്ളത്, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാവും പ്രതികരിക്കാറ്. ഒന്ന് എക്സ്ട്രീം ലെവലാണ്. എക്സ്ട്രീം ലെവൽ എന്ന് പറഞ്ഞാൽ അതിതീവ്രമായ ലെവൽ. നമ്മളിത് കാണാൻ പറ്റും. എന്താ വെച്ചാൽ ആണിനും പെണ്ണും, ഇപ്പോൾ ആണിന് വേറെ ബസ്സും പെണ്ണിന് വേറെ ബസ്സും വേണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ എന്താണ് പല ട്രോളുകളിൽ വന്ന പോലെ ചെല്ലുമ്പോൾ ഒരു കാർബോർഡിൻ്റെ ഷീൽഡ് വെച്ച് ബസ്സിലിരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ അതൊക്കെ ട്രോളിൽ കുറേ ആൾക്കാർ കാണുന്നുണ്ട്. അത് എക്സ്ട്രീം ലെവലാണ്. മറ്റൊന്നെന്താ വെച്ചാൽ, ഇതൊന്നും ഇല്ലാത്ത താഴെ കിടക്കുന്നില്ല, ഇതൊന്നും ഒരു പ്രശ്നമാക്കേണ്ട വിഷയമല്ല എന്ന് പറയുന്ന ലിബറൽ കൺസെപ്റ്റുകളാണ്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും അല്ല വേണ്ടത്. ഇതിനുള്ള ഒരു മധ്യമമായിട്ടുള്ള ഒരു രീതിയുണ്ട്. ആ രീതി നമ്മൾ എന്ത് ചെയ്യണം, സ്വീകരിക്കണം. പലപ്പോഴും ആ മധ്യമമായ രീതി സ്വീകരിക്കുമ്പോഴാണ് എന്ത് ചെയ്യാറുള്ളത്, പലപ്പോഴും നമ്മൾ 6-ാം നൂറ്റാണ്ടിൽ വണ്ടി കയറാത്ത, അതെ 6-ാം നൂറ്റാണ്ടിൽ വണ്ടി കയറാത്ത, കാലം തിരിയാത്ത ഏത് കാലത്താണ് അവർ ജീവിക്കണം എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, എത്താറുള്ളത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, പ്രശ്നത്തിൻ്റെ മൂല കാരണത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, എത്ര വലിയ മരമാണെങ്കിലും മുകളിലോ ചില്ലൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാറില്ല, അതല്ല, എത്ര നല്ല ഫലം നൽകുന്നവരാണെങ്കിലും ഫലം മുകളിൽ നൽകണമെന്ന് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, സ്പ്രേ അടിക്കലോ അല്ലെങ്കിൽ അത് വളം കൊടുക്കലോ ഇല്ല. എവിടെ കൊടുക്കല്, അത് വേരിനാണ്.
എന്ന പോലെ മൂലകാരണം എന്താണെന്ന് കണ്ടെത്തി ആ മൂലകാരണത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, റൂട്ട് കോസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഉം. പണിയെടുക്കണം. അവിടെ ചെയ്യാവുന്ന മാർഗം എന്താ വെച്ചാൽ, ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇപ്പോൾ ഈ വസ്ത്രധാരണത്തിൻ്റെ വിഷയം പറയുമ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ഇത്തരം ചിന്തകളൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാൽ, ചിലപ്പോൾ ഈ വിഷയത്തിലല്ല, ഒരു സ്ത്രീയെ കയറി പിടിക്കലോ അല്ലെങ്കിൽ സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുന്ന വിഷയത്തിലൊക്കെ എന്താ വെച്ചാൽ ഉണ്ടാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഒന്ന് കണ്ണുകളെ താഴ്ത്താത്ത പ്രശ്നമാണ്. രണ്ടാമത്തേത് എന്താ വെച്ചാൽ അവരുടെ ആ ഒരു വിഷയത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായ രൂപത്തിൽ മറച്ചു വെക്കാത്ത പ്രശ്നമാണ്. ഇത് പറയും എന്താ വെച്ചാൽ, പലപ്പോഴും നമ്മളൊക്കെ തുടങ്ങി പെണ്ണുങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു കവചം പോലെ ഇവർ കൊണ്ടു നടക്കുന്നുണ്ട്, മറച്ചു കൊണ്ടു നടക്കേണ്ട ആൾക്കാരായിട്ട് ഇവർ കാണുന്നുണ്ട്. ഇവരെന്ത് ആധുനികതയില്ലാത്ത ആൾക്കാരാണ്, എന്ത് ആളുകളാണ്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നോക്കായിരുന്നാൽ പോരെ, ഉം. നോക്കായിരുന്നാൽ പോരെ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ സ്കൂളിലങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച അങ്ങനെ വന്ന സമയത്ത് ഇത് പറയുക വെച്ചാൽ, ആണാണെങ്കിൽ നോക്കിപ്പോവും, അത് യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ അവൻ ആണല്ല എന്നുള്ളതാണ്. ആണ് അല്ല പറഞ്ഞതെന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞത് കൊല്ലിൽ മിനീന യഅളൂമിൻ്റെ അബസ്വാരിക്കും, ആദ്യം പറഞ്ഞത് സ്ത്രീകളോടല്ല പുരുഷന്മാരോടാണ് കണ്ണുകളെ താഴ്ത്തണം എന്നുള്ളതാണ്. രണ്ടാമാണ് സ്ത്രീകളോട് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം, ഗുഹ്യാവയവങ്ങളെ നിങ്ങളും കണ്ണുകളെ താഴ്ത്തണം, പിന്നെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കണം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ അലങ്കാരങ്ങളെ നിങ്ങൾ മറച്ചു വെക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വസ്ത്രധാരണം, അതേപോലെ തന്നെ ആണും പെണ്ണുള്ള ഇടകലരൽ, ഇതേപോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളൊക്കെ യഥാർത്ഥമായ രൂപത്തിൽ അഡ്രസ്സ് ചെയ്തൊരു മതമാണ് ഇസ്ലാം. അപ്പോൾ നമ്മളെ കുറച്ച് മുമ്പ് നമ്മളൊരു പ്രോഗ്രാം നടത്തിയപ്പോൾ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചൊരു മറ കെട്ടിയതിൻ്റെ പേരിൽ എത്ര വിമർശനങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? എത്ര വിമർശനങ്ങൾ നമ്മൾ പറഞ്ഞെന്താ, ഇത് റബ്ബ് പഠിപ്പിച്ച മാർഗ്ഗമാണ്, നമ്മളത് ചെയ്യുന്നു, നമ്മൾ ചെയ്യും എന്നുള്ളതാണ്. അപ്പം അവിടെ നിൽക്കാൻ നമ്മൾ മടി കാണിക്കുമ്പോൾ Yes. വേറെ പല കാരണങ്ങളും നമ്മൾ എന്ത് ചെയ്യും, കാണേണ്ടി വരുന്നൊരവസ്ഥ. പല ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇനിയും ഉണ്ടാകും. ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയും നമ്മൾ അഭിപ്രായപ്പെടും. അപ്പോൾ ഇവിടെ മെൻസ് കമ്മീഷൻ വേണം, ഇവിടെ വനിതാ കമ്മീഷനെ പോലെ മെൻസ് കമ്മീഷൻ വേണം, അതേപോലെ തന്നെ ഇവിടെ ആണും പെണ്ണും എന്ത് ചെയ്യണം, രണ്ട് ബസ്സായി പോകണം. അങ്ങനത്തെ ഒരു ഉട്ടോപ്യൻ ചിന്തകളല്ല നമുക്ക് വേണ്ടത്. അതിനപ്പുറത്തേക്ക് യഥാർത്ഥമായ പ്രാക്ടിക്കലായ പോസിബിളായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഉണ്ടാവേണ്ടത്. അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമങ്ങൾ നമ്മൾ പാലിക്കുകയും കൊണ്ടുവരികയും ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതേപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതെ. ഇവിടെ ചിന്തിക്കുന്ന മറ്റൊരു വിഷയം എന്താ വെച്ചാൽ, എത്ര പേരാണ് ഇതിൻ്റെ പേരിൽ പ്രയാസപ്പെട്ടത് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി അല്ലേ? ഒരു ഭാഗത്ത് ജെനുവിൻ റീസൺ ഉപയോഗിച്ചുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ ആ കഷ്ടപ്പാടിനെ പരിഹരിക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യുന്നു, തെറ്റായിട്ടുള്ള സൊല്യൂഷൻസുകൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ. കൂടുതൽ സങ്കീർണതകളിലേക്ക് പോകുന്ന സൊല്യൂഷനുകൾ എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. അപ്പോൾ അതെന്ത് ചെയ്യുക, മാറ്റി നിർത്താതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ പിന്നെ നമ്മൾ ഇസ്ലാം പറയുമ്പോഴാണ് പലപ്പോഴും അതിനെ വിമർശിക്കാറുള്ളത്. ഇസ്ലാമിൻ്റെ ഒരു പിന്നെ മത വിഷയത്തിൽപ്പെട്ടൊരു കാര്യമായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് പല കാര്യങ്ങളെയും എതിർക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അംഗീകരിക്കാൻ കഴിയാത്തൊരു പ്രശ്നമാണ്. ഇസ്ലാം ആയതുകൊണ്ട് അത് അംഗീകരിക്കാൻ പാടില്ല. അത് ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയില്ലേ, അത് ഓൻ പറഞ്ഞല്ലേ എന്നാ എടുക്കണ്ട എന്നറിയില്ല എന്നതുപോലെയുള്ള ചില നിലപാടുകളാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ണ് താഴ്ത്തുന്ന വിഷയം പറഞ്ഞു, എത്ര സെക്കൻഡാണ് നോക്കാൻ പറ്റുക അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു? അപ്പോൾ നോട്ടത്തിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് എന്ന് നമുക്കറിയാം. അത് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പക്ഷെ അത് നമ്മൾ പറയുമ്പോൾ എന്തായി, അങ്ങനെയായി, അത് വേറെ ആക്കി മാറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, നമ്മൾ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് പാലിച്ചു പോയാൽ നമുക്ക് ആ ഫിത്തനയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, മാറി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ വേറെ എന്ന് വെച്ചാൽ, ഇതിൽ ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നൊരു മേഖല അത് വളരെ കൂടുതലാണല്ലോ. ഇപ്പം ഈ വിഷയത്തിലല്ല, ഇതേപോലെയുള്ള അവസ്ഥകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ ഞാൻ പറയുന്നത്, സ്ത്രീകളൊരു പാവാണ്.
അവരാക്രമിക്കപ്പെടുന്നു എന്ന് പലപ്പോഴും തിരിച്ചറിയപ്പെടാച്ചാൽ അവസാന ഘട്ടത്തിലാണ്. അവരുപയോഗിക്കുന്നത് തിരിച്ചറിയൽ അവസാന ഘട്ടത്തിലാണ്, അല്ലേ? ഒരുപക്ഷെ അവരോടൊന്ന് കൊഞ്ചിക്കോയി സംസാരിക്കുമ്പോൾ അവർ വിചാരിക്കല് അത് എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് അവർ സംസാരിക്കുന്നതാണ്, എന്നോടുള്ള ഒരു ഫ്രണ്ട്സ് ബന്ധത്തിൽ എന്നോട് സംസാരിക്കുന്നതാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് വേറെ രീതിയിലാണ് തിരിച്ചറിയപ്പെടാച്ചാൽ അവസാന ഘട്ടത്തിലോ അല്ലെങ്കിൽ അവർ ആ ഒരു അബദ്ധം സംഭവിച്ചതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, അവർ തിരിച്ചറിയുക. അപ്പോൾ ഇസ്ലാം അവിടെ പഠിപ്പിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ ആ ഒരു മാർഗത്തിലേക്ക് എത്താതിരിക്കുക, മാർഗത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, എത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും മെയിനായിട്ട് എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട വിഷയം എന്നുള്ളതാണ്.